അങ്ങനെ ഒരു ഇതാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. പേടിപ്പിച്ചതെന്ന് വെച്ചാൽ ചില പോയിന്റുകൾ പേടിപ്പിച്ചു, ചില പോയിന്റുകൾ ചിരിപ്പിച്ചു. ഹൊറർ കോമഡി ജോണേഴ്സിലുള്ള ചിത്രങ്ങൾ വളരെ കുറവാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. അപ്പം അഭിലാഷേൻ്റെ ഒക്കെ പടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻസ് കൂടുതലായിരിക്കും, എങ്ങനെയായിരിക്കും എന്താണെന്നുള്ളത്. എക്സ്പെക്ടേഷൻ്റെ ഒരു ശകലം പോലും സങ്കടം വന്നില്ല. എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അർജുനും ബാലുവും തമ്മിലുള്ള കോമ്പോ നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. ഹ്യൂമർ ആവുന്ന വർക്കൗട്ട് ആവുന്ന ഒരുപാട് പോയിന്റുകളുണ്ട്. എന്താ പറയുക, ഒരു ഹൊറർ പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ ജം കട്ട്സുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, നോർമൽ ഫ്രെയിംസുകളാണ് ഇതിനകത്ത്. ഭയങ്കര രസമായിട്ട് മേക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഇതിൻ്റെ BGM മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. അത് തിയേറ്റർ സൗണ്ട് കേൾക്കണം. പുള്ളി അവർ ആദ്യമേ പറഞ്ഞത് 360 ഇല്ലാതെ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് എന്താ മേജർ കാര്യങ്ങളുണ്ട്. ചില ജമ്പിലൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്. ശരിക്കും നമ്മൾ ആ മൊമെൻറ്റിൽ നമ്മൾ ആ കാട്ടിനകത്താണോ തിയേറ്ററിൽ നമുക്ക് ശരിക്കും ആ മൊമെൻറ്റിൽ നമ്മൾ അറിയത്തുള്ളൂ. അത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അവർ ഇത്ര നാളായിട്ട് എഫേർട്ടിന് എന്തായാലും റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പായിട്ട് കണ്ണും പൂട്ടി പറയാൻ പറ്റും. തുടങ്ങണത് പതുക്കെയാണ് തുടങ്ങണമെങ്കിലും പടം മുന്നോട്ട് പോകുന്നവരും ഭയങ്കര ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മാളികപ്പുറം ടീമിൻ്റെ അടുത്ത ചിത്രം സുമതി വളവ് എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എല്ലാവരും ഗംഭീര അഭിപ്രായമാണ് പറയുന്നത്. നമ്മളെ 90s കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ഹൊററും കോമഡിയും ഒക്കെ ഇഴകിച്ചേർന്ന നല്ലൊരു സിനിമയായിരിക്കും സുമതി വളവ്.